ഒരു 9 വർഷത്തെ റിലേഷൻ ബ്രേക്കപ്പായ സമയത്താണ് ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുന്നത്. ഈ 9 വർഷവും എൻ്റെ കൂടെ 9 വർഷം എൻ്റെ കൂടെ എങ്ങനെയാണോ ഒരുപക്ഷെ അതിലേക്കാൾ കൂടുതൽ ഇപ്പം എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. എപ്പോഴും എന്നെ വിളിക്കുക, സംസാരിക്കുക. നിങ്ങളുടെ പങ്കാളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ ആവശ്യമായ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മളെപ്പോഴും റിലേഷൻഷിപ്പിൽ, അതായത് പ്രണയമാവട്ടെ സൗഹൃദമാവട്ടെ, തുടക്കമുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇമോഷണൽ വൂൺസ് ആയിരിക്കാം. മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കാരണം നിങ്ങൾക്ക് ആ സ്നേഹം അല്ലെങ്കിൽ സൗഹൃദം കുറയുകയാണ് ചെയ്യുക. അത് കാരണം വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകുന്നതനുസരിച്ച് ആ വിള്ളലുകളുടെ ആഴം കൂടി വരികയും ആ ഒരു ബന്ധം നശിക്കുകയാണ് ചെയ്യുക. ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാം, അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ പൂർണ്ണമായി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹത്തെ എങ്ങനെ ആകർഷിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ വേണ്ടത് സെൽഫ് ഹീലിംഗ് ഉള്ള കാര്യമാണ്. അതായത് നമ്മൾ മുറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും നല്ല ബന്ധങ്ങളെയോ ഉള്ള ബന്ധങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ഹീലിംഗ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫോർഗിവ്നെസ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ആ വ്യക്തിയോട്, അതോടൊപ്പം തന്നെ ആ വ്യക്തി നൽകിയ മുറിവുകളോടെല്ലാം തന്നെ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു വാക്കൻസ് അല്ലെങ്കിൽ ഒരു പീസ് അനുഭവിക്കാൻ സാധിക്കും. ഇന്നർ പീസ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ആന്തരികമായ സമാധാനം എന്ന് പറയുന്ന കാര്യം ഫീൽ ചെയ്യാൻ തന്നെ തുടങ്ങുന്നതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ വ്യക്തി നൽകിയ മോശമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ചിന്തിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അകന്ന് പോവുകയാണ് ചെയ്യുക. മറിച്ച് നിങ്ങൾ ഈ ഫോർഗിവ്നെസ്സും അതോടൊപ്പം തന്നെ സെൽഫ് ഹീലിങ്ങും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിക്കുന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് അറിയാമോ, 9 വർഷമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറിയിൽ. അങ്ങനെ അവർ നല്ലൊരു പ്രണയബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വന്നു. അത് പെട്ടെന്ന് തന്നെ അടിച്ച് പിരിഞ്ഞ് ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ 21 ദിവസത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അതിലെ ഫസ്റ്റത്തെ എല്ലാ ക്ലാസ്സുകളും, ഏകദേശം 21 ദിവസത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ 12 മെഡിറ്റേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അത് സെൽഫ് ഹീലിങ്ങിനും അതോടൊപ്പം തന്നെ സെൽഫായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക ശക്തിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻസാണ് നമ്മൾ നൽകിയത്. അത് ഇദ്ദേഹം കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്തതിന് ശേഷം ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കുറയുകയും 9 വർഷം മുൻപ് എങ്ങനെയാണോ സ്നേഹിച്ചത് അതിലുപരിയായിട്ടുള്ള ഒരു സ്നേഹമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ മറ്റൊരു കാര്യം കൂടി, അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹലോ സാർ, നമസ്കാരം. ഞാൻ ഒരു 9 വർഷത്തെ റിലേഷൻ ബ്രേക്കപ്പായ സമയത്താണ് ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുന്നത്. ഈ 9 വർഷവും എൻ്റെ കൂടെ എവറി ടൈം നിന്ന ഒരാൾ, രാത്രിയിലായാലും പകലായാലും 24 മണിക്കൂറും എന്നെ കെയർ ചെയ്ത് എൻ്റെ കൂടെ നിന്ന ഒരാൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ട് 9 വർഷത്തിന് ശേഷം എന്നെ വിട്ടുപോയി. ഞാൻ ശൂന്യതയിൽ, ഡിപ്രഷൻ മോഡിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് സാറുമായിട്ട് ഞാൻ മെസ്സേജ് ചെയ്യുന്നത്. സാറിൻ്റെ ചാനലിൽ ഞാൻ ടെക്നിക്സൊക്കെ ഈ ഒരു സമയങ്ങളിൽ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരാഴ്ച കഴിയുമ്പോൾ ഫോണൊന്ന് ഓണാക്കും, ഒരാഴ്ച സംസാരിക്കും. അതും വലിയ സംസാരമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സംസാരിക്കും. പഴയ എന്തോ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് വെറുതെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ചെറുതായിട്ട് എന്തെങ്കിലും നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കി പുള്ളി പോവും. പിന്നെയും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഓണാക്കും. ഇതേപോലെ തന്നെ പേരിന് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കും, പോകും. അങ്ങനെയാണ് സാറിൻ്റെ റിലേഷൻഷിപ്പ് കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പുറകെ പോക്ക് നിർത്തി, ബ്ലോക്ക് ചെയ്തു. സാറിൻ്റെ 4ാമത്തെ ദിവസം 11x11 ടെക്നിക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു കോൾ വന്നു. ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഫുൾ കോൾ വന്നില്ല, ബ്ലോക്ക്ഡ് കോൾ വന്നു. പിറ്റേ ദിവസം ഇത് എഴുതിക്കൊണ്ടിരുന്ന സെയിം ടൈമിൽ വീണ്ടും കോൾ വന്നു. അതിൻ്റെ പിറ്റേന്നും സെയിം ടൈമിൽ കോൾ വന്നു. അപ്പം ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. 5ാമത്തെ ദിവസം ഇതേപോലെ തന്നെ ഒരു കോൾ വരികയും പിന്നെ ഞാൻ കിടന്നുറങ്ങി. രാവിലെ നോക്കിയപ്പം ഒരു 10-12 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും വിഷമം തോന്നി ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചു. സംസാരിച്ചപ്പോൾ നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടു, സംസാരിച്ചു. പിന്നെ ഞാൻ അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി.
1.5 മാസത്തോളമായി ഞാൻ ഇതുവരെ ഇത് പറയാതിരുന്നത്. എപ്പോഴത്തെയും പോലെ ഒരാഴ്ച ഒന്ന് വന്ന് പ്രത്യക്ഷനായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അപ്രത്യക്ഷനാകും. അതൊരു സക്സസ് സ്റ്റോറിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇത് പറഞ്ഞത്. പക്ഷേ 9 വർഷം എൻ്റെ കൂടെ എങ്ങനെയാണോ, ഒരുപക്ഷെ അതിലേക്കാൾ കൂടുതൽ ഇപ്പം എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. എപ്പോഴും എന്നെ വിളിക്കുക, സംസാരിക്കുക, പഴയതുപോലെ മണിക്കൂറുകളോളം തന്നെ സംസാരിക്കുക, പഴയതിനേക്കാളും സ്നേഹത്തോടെ സംസാരിക്കുക. അതേപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ ഇറങ്ങി തിരിച്ച സമയത്ത് ഈ സാറ് പറഞ്ഞ എല്ലാ ടെക്നിക്സും ഞാൻ ചെയ്തു. മെഡിറ്റേഷൻസ് ചെയ്തു, ബേലീഫ് ആയാലും ഡ്യൂക്കപ്പ് മെത്തേഡ് ആയാലും ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, സെൽഫ് ലവ്, റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ ചെയ്തു. ഞാൻ ഇതിനിറങ്ങി തിരിച്ച സമയത്ത് എനിക്കൊട്ടും പ്രതീക്ഷയോ വിശ്വാസമോ ഇല്ലായിരുന്നു. ചെയ്തതൊക്കെ വിശ്വാസത്തോടെ തന്നെ ആയിരുന്നെങ്കിലും ഇത് സക്സസ് ആകും എന്നെനിക്കൊരു പ്രതീക്ഷ സത്യത്തിലില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ ഒരു യൂണിവേഴ്സൽ പവറാണ് കണ്ടത്. സാറിന് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഫുൾ നെഗറ്റീവായിട്ട് എല്ലാം തന്നെ ഡിപ്രഷൻ മോഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞു ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് ആ വ്യക്തിയെ കിട്ടുമോ കിട്ടില്ല എന്നല്ല, മറിച്ച് നിങ്ങൾക്കൊരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് മാറും. ഡിപ്രഷൻ സ്റ്റേജ്, സൂയിസൈഡ് ടെൻഡൻസി, അങ്ങനത്തെ കുറേ പ്രോബ്ലം ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. കാരണം 9 വർഷമായിട്ടുള്ള പ്രണയം എന്താണല്ലോ. അങ്ങനെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓരോ ടാസ്കുകളും കൃത്യമായ രീതിയിൽ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൂൺസ്, അതായത് നമ്മളെ മുറിവുകളെ ഹീൽ ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. ആ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാം. അങ്ങനെ അടുത്ത വർഷം അദ്ദേഹത്തിന് മാരേജ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം തന്നെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹീലിംഗ് പ്രോസസ്സിലൂടെ മാത്രമാണ്. ഈ ഹീൽ ചെയ്തത്തോളം കാലം നമ്മൾ വൂൺസുള്ള ആൾക്കാരെ നമ്മളെന്താണോ നമ്മൾ അതാണ് ആകർഷിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുറിവ് നൽകിയ വ്യക്തികളോട് ക്ഷമിക്കുന്ന സമയത്ത് നമ്മളിൽ ഒരു ഇന്നർ വർക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ഡിവൈൻനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അത് നല്ല ബന്ധങ്ങളെ ആകർഷിക്കുന്നതാണ്. പിന്നെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ പ്രോഗ്രാം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പലരും ചോദിച്ചിരുന്നു. നമ്മൾ നാളെ വൈകുന്നേരമാണ് ആരംഭിക്കുന്നത്. 21 ദിവസത്തെ വാട്സപ്പ് ക്ലാസ്സാണ്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ, സെൽഫ് ലവ്, ആൻസേഴ്സസ് മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 12ഓളം മെഡിറ്റേഷൻസും ലോ ഓഫ് അട്രാക്ഷൻ്റെ വിവിധതരം ടെക്നിക്കുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പറഞ്ഞ രണ്ടാമത്തെ പവർഫുള്ളായ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളുടെ വൂൺസിനെ ഹീൽ ചെയ്താൽ മാത്രമേ, അതായത് നമ്മുടെ കുറവുകളെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീകളെയോ അല്ലെങ്കിൽ മറ്റ് പുരുഷന്മാരായിട്ടോ നമ്മളെ കമ്പയർ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ സെൽഫ് ലവ് കുറയും. നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛവും അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് വരിക. അത് കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും സാധിക്കില്ല. നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനും പോലും നമുക്ക് സാധിക്കാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. എപ്പോൾ മുതലാണോ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പ്രാധാന്യം കൊടുത്തത്, അപ്പോൾ മാത്രമേ എനിക്ക് നല്ല ബന്ധങ്ങളെ ആകർഷിക്കാൻ സാധിച്ചുള്ളൂ. ഞാനിവിടെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറവുകൾ, എല്ലാവരും പൂർണ്ണമായ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളല്ല, നമുക്കും കുറവുകളുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും കുറവുകളുണ്ട്. ആ കുറവുകൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അതിനെ അംഗീകരിക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കഴിയുന്നതും ഒന്ന് അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം എപ്പോഴും നമുക്ക് കമ്പാരിസൺ, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് കിട്ടിയല്ലോ, എനിക്കതില്ലല്ലോ എന്നുള്ള ചിന്ത വീണ്ടും കടന്നു വന്നിരിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.